ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള ഒരു ശില്പം പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട്, വണ്ടികളുടെ ഇരുമ്പ് ചക്രങ്ങൾ കൊണ്ട്, ഫോർ വീലറുകൾ, ടു വീലറുകൾ എന്നിവയുടെ പൽചക്രങ്ങൾ കൊണ്ട്, നിരവധി ചക്രങ്ങൾ കൊണ്ട് കൂട്ടി ഇണക്കപ്പെട്ട ഒരു ശില്പം. പ്രസിദ്ധനായ ഡാവിഞ്ചി സുരേഷിൻ്റെ കരവിരുതിലൂടെ പൂർണ്ണത കൈവരിച്ച ഒരു മഹാശില്പം. ഈ ശില്പം ഒരു നീരാളി രൂപമായി ഇവിടെ നിലകൊള്ളുന്നു. കേരള പോലീസാണ് ഈ ആശയത്തിന് പിന്നിലുള്ളത്. കേരള പോലീസിൻ്റെ തൃശ്ശൂരിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരുടെ ഒരു രൂപകൽപ്പനയാണ്, ഒരു ആശയമാണ് ഈ ശില്പത്തിന് പിന്നിലുള്ളത്. ഇവരുടെ മനസ്സിലുള്ള ഈ ആശയം ഡാവിഞ്ചി സുരേഷിനെ അറിയിച്ചപ്പോൾ ഈ മഹാരൂപത്തിന് പരിപൂർണത കൈവന്നിരിക്കുന്നു. വലിയ മഹത്തായ ഒരു സംരംഭം, അതായത് മയക്കുമരുന്നിനെതിരെ. ഇപ്പോൾ പൊതുവെ മയക്കുമരുന്നിന് അടിമകളായവർ നിരവധിയാണ്. നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരുകളും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവരാണ്. ഇതുമൂലം നാട്ടിൽ പല പ്രശ്നങ്ങളും, പല വൃത്തികേടുകളും, പല അപകടങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാടിനെ മൊത്തം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇതിനെതിരെ കേരള പോലീസ് തിരിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ഈ മഹത്തായ ആശയം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. ഒരു മഹത്തായ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ മഹാശില്പത്തിന് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. മയക്കുമരുന്നിൽ നിന്ന് നാടിനെ രക്ഷിക്കുക, പൊതുജനങ്ങളെ സംരക്ഷിക്കുക, ഇതാണ് കേരള പോലീസിൻ്റെ വിജയകരമായ ഈ ശില്പത്തിൻ്റെ സതുദ്ദേശം. തൃശ്ശൂരിലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പല ആശയങ്ങളും ഇതിലുണ്ട്. ഇവരുടെ എല്ലാം പേരുകൾ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്, പക്ഷേ അതിന് മുഴുവൻ സമയം കിട്ടിയില്ല. പ്രസിദ്ധ ശില്പകാരനായ ഡാവിഞ്ചി സുരേഷാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വളരെ സന്തോഷപൂർവ്വം അറിഞ്ഞു. ഇത്രയധികം ഇരുമ്പ് ചക്രങ്ങൾ കൂട്ടി സംയോജിപ്പിച്ച് ഇത്രയും നല്ലൊരു രൂപം ഇണക്കി കോർത്തുണ്ടാക്കിയ ഈ ശില്പത്തെ എല്ലാവരും മനസ്സാ സ്വീകരിക്കുന്നു. തൃശ്ശൂരിൽ വരുന്നവർ ഈ ശില്പം കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം.